എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മുടെ ജോഗ്രഫിയുടെ ആദ്യത്തെ പാഠമാണ് നമ്മൾ ഓരോ ലൈൻ ബൈ ലൈൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് സൂര്യനിൽ നിന്നുള്ള ഊർജം ഹ്രസ്വതരംഗങ്ങളായി ഭൂമിയുടെ ഉപരിതലത്തെ ചൂടുപിടിപ്പിക്കുന്നു. ഈ പ്രക്രിയയെ നമ്മൾ വിളിച്ച പേരാണ് ഇൻസൊലേഷൻ. അപ്പം ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, സൂര്യനിൽ നിന്നുള്ള ഊർജം നേരിട്ട് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നില്ല. ആരെയാണ് ചൂടുപിടിപ്പിക്കുന്നത്? ഭൗമോപരിതലത്തെയാണ് ചൂടുപിടിപ്പിക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇങ്ങനെ ഭൗമോപരിതലം ചൂട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് വിവിധ പ്രക്രിയകളിലൂടെ ആ ചൂട് അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ നമ്മൾ നേരത്തെ കണ്ടു, സൗരവികിരണത്തിലൂടെ ഭൗമോപരിതലം ചൂടുപിടിക്കുന്നു. തുടർന്ന് വിവിധ താപന പ്രക്രിയകളിലൂടെ ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് താപവ്യാപനം ഉണ്ടാകുന്നു. അപ്പം ആ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? താപവ്യാപന പ്രക്രിയകൾ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏതൊക്കെയാണ് താപവ്യാപന പ്രക്രിയകൾ? താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് പരിശോധിക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാ സൂര്യനിൽ നിന്ന് എന്ത് സംഭവിക്കുകയാണ്? ഹ്രസ്വതരംഗങ്ങളായിട്ട് സൗരോർജ്ജം എത്തുകയാണ്. അത് ഭൂമിയുടെ ഉപരിതലത്തെ ചൂടുപിടിപ്പിച്ചു. ഇതിനെ നമ്മൾ വിളിച്ച പേര് ഇൻസൊലേഷൻ എന്ന് നമ്മൾ വിളിച്ചു. ഇനി ഇവിടെ നിന്ന് പിന്നീട് വിവിധ പ്രക്രിയകളുടെ അന്തരീക്ഷം ചൂടുപിടിക്കുന്നു. അതാണ് താപവ്യാപന പ്രക്രിയകൾ. അതിൽ ആദ്യത്തെ പ്രക്രിയ ഏതാണ്? താപചാലനം. എന്താണ് താപചാലനം? ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം പകരുന്നു. അപ്പം ഭൗമോപരിതലം ചൂടായി. അപ്പോൾ ഈ ഭൗമോപരിതലം ചൂടായിട്ട് ഭൗമോപരിതലത്തിനോട് ചേർന്ന് കിടക്കുന്ന താഴ്ന്ന ഭാഗങ്ങൾ ഉണ്ടായിരിക്കില്ലേ? ഭൗമോപരിതലത്തിനോട് ചേർന്ന് കിടക്കുന്ന താഴ്ന്ന ഭാഗങ്ങൾ ഉണ്ടായിരിക്കും, താഴ്ന്ന വിതാനങ്ങൾ. ഈ ഭാഗങ്ങളിലേക്ക് ആദ്യമായിട്ട് ചൂട് പടരുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം പകരുന്നു. ഈ പ്രക്രിയയാണ്, ഇതൊരു താപവ്യാപന പ്രക്രിയയാണല്ലോ. ഈ പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? താപചാലനം എന്ന് വിളിക്കുക. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? താപചാലനം എന്ന് വിളിക്കുക. താപചാലനം. ഇനി രണ്ടാമത്തെ താപവ്യാപന പ്രക്രിയയാണ് സംവഹനം. എന്താണ് സംവഹനം? സംവഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷ വായു ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്നു. അപ്പോൾ എന്താ സംഭവം? നമ്മൾ പറഞ്ഞു, ഇൻസുലേഷൻ വഴി ഭൗമോപരിതലം ചൂടായി, ഭൗമോപരിതലത്തോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങൾ ചൂടുപിടിച്ചു. അത് താപചാലനം എന്നറിയപ്പെട്ടു. ഇനി പറയുകയാണ്, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഒന്നാണ്, ചൂടേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ വായുവിന് ഒരു വികാസം സംഭവിക്കുകയും അത് മുകളിലോട്ടേക്ക് ഉയർന്നു പോവുകയും ചെയ്യും. ഇത് വായുവിന് മാത്രമല്ല, ജലത്തിനുമുള്ള ഒരു സവിശേഷതയാണ്. അപ്പോൾ ചൂടേറ്റ് കഴിഞ്ഞാൽ അവിടുത്തെ വായു, ഇത് ഏതൊരു പ്രദേശത്തെ വായു ആണെങ്കിലും ചൂടേറ്റ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അതിന് വികാസം സംഭവിക്കുകയും അത് മുകളിലോട്ടേക്ക് ഉയർന്നു പൊങ്ങുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ ഉയർന്നു പൊങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? ചൂടേറ്റ് വരുന്ന വായുവാണ് അല്ലേ? അപ്പോൾ ആ വായു അന്തരീക്ഷത്തിലേക്ക് ചൂടെത്തിക്കുന്നു. അപ്പോൾ ഈ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് സംവഹനം. എന്താ വിളിക്കുക? സംവഹനം എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ രണ്ടാമത്തെ പ്രക്രിയയാണ്, താപവ്യാപന പ്രക്രിയയാണ് സംവഹനം. സംവഹനം എന്താ പറഞ്ഞത്? ചൂടേറ്റ് കഴിഞ്ഞാൽ എന്താണ്? വായുവിന് വികാസം സംഭവിക്കുന്നു. അപ്പോൾ ചൂടേറ്റ്, ഈ ഭൗമോപരിതലത്തിലൊക്കെ ചൂടേറ്റപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വായു, തണുത്ത് കിടക്കുന്ന വായു ആയിരുന്നു. ചൂടേറ്റ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വായുവിന് വികാസം സംഭവിക്കുകയും അവിടുത്തെ വായു മുകളിലോട്ടേക്ക് ഉയർന്നു പൊങ്ങുകയും ചെയ്തു. അങ്ങനെ അന്തരീക്ഷം സംവഹനം എന്ന പ്രക്രിയയിൽ കൂടിയും എന്താകുന്നു? ചൂടുപിടിക്കുന്നു. അപ്പം സംവഹനം എന്ന രണ്ടാമത്തെ പ്രക്രിയ വഴിയും അന്തരീക്ഷം ചൂടായി. അപ്പോൾ താപചാലനം വഴി ചൂടായി, സംവഹനം വഴി ചൂടായി. ഇനി മൂന്നാമത്തെ പ്രക്രിയ എന്താണ്? അതാണ് അഭിവഹനം. ആരാണ്? അഭിവഹനം.
അഭിവഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നു. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നു. നിങ്ങൾ എന്താണ് തിരശ്ചീന തലം, എന്താണ് ലംബതലം എന്നൊക്കെ അറിയോ? ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നതാണ് ലംബതലം, കുത്തനെ ഉള്ളത്. ഇത് സൈഡ് ടു സൈഡ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്താ പറയുക? അതിനെ തിരശ്ചീന തലം എന്നാണ് പറയുക. തിരശ്ചീന തലം എന്നാണ് പറയുക. തിരശ്ചീന തലം എന്ന് പറഞ്ഞാൽ കാറ്റുകളൊക്കെ തിരശ്ചീനമായിട്ടാണ് സഞ്ചരിക്കുക, ലംബമായിട്ടല്ല. കാറ്റുകൾ ഒരിക്കലും ലംബമായിട്ടല്ല സഞ്ചരിക്കുക. കാറ്റുകൾ എങ്ങനെയാണ്? കാറ്റുകൾ സഞ്ചരിക്കുക തിരശ്ചീനമായിട്ടാണ്. അപ്പം കാറ്റുകൾ വഴി എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഇവിടെയുള്ള ചൂടേറ്റു, ഭൗമോപരിതലം ചൂടായി. അപ്പോൾ കാറ്റുകൾ തിരശ്ചീനമായിട്ട് ചലിക്കുകയാണ്. അങ്ങനെ തിരശ്ചീനമായി ചലിക്കുമ്പോൾ കാറ്റുകളും ഈ ചൂടേറിയ വായുവിനെ അന്തരീക്ഷത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, സൈഡുകളിലേക്ക് എത്തിക്കുന്നു. ഈ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് അഭിവഹനം. എന്താണ്? അഭിവഹനം. അപ്പോൾ അഭിവഹനം വഴിയും എന്തായി? അന്തരീക്ഷം ചൂടായി. ഇനി അവസാനത്തെ ആളാണ് വികിരണം. ആരാണ്? വികിരണം. വികിരണം എന്ന് പറഞ്ഞാൽ എന്താണ് എഴുതിയിട്ടുള്ളത്? ഭൗമോപരിതലം ചൂട് പിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം പുറന്തള്ളുന്നു. ഇതിനെയാണ് നമ്മൾ വികിരണം എന്ന് പറയാം. വികിരണം ഞാൻ വിശദീകരിച്ചു തരാം. അതിന് മുന്നായിട്ട് നിങ്ങൾ വികിരണത്തിൻ്റെ വേറൊരു പേര് കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനെ ഭൗമവികിരണം എന്ന് വിളിക്കാറുണ്ട്. ഭൗമവികിരണം അത് നിങ്ങൾക്ക് അടുത്ത പേജിലായിട്ട് കാണാം. ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗങ്ങളായി ഊർജം പുനഃവികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയെ ഭൗമവികിരണം എന്ന് വിളിക്കുന്നു. ഇവിടെ നേരത്തെ വികിരണം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിനെ നമ്മൾ യഥാർത്ഥത്തിൽ വിളിക്കുന്ന പേരെന്താണ്? ഭൗമവികിരണം എന്നാണ്. എന്താ വിളിക്കാറുള്ളത്? ഭൗമവികിരണം എന്ന പേരിലാണ് വിളിക്കാറുള്ളത്. അപ്പോൾ എന്താണ് ഭൗമവികിരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കൂ, ഇവിടെ ഇൻസുലേഷൻ വഴി ഭൗമോപരിതലം ചൂടായി. അത് കഴിഞ്ഞിട്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങൾ ചൂടായി. അതിനെ താപചാലനം എന്ന് വിളിച്ചു. പിന്നെ ചൂടേറ്റ് വായുവിന് വികാസം സംഭവിച്ച് മുകളിലോട്ടേക്ക് ഉയർന്നു പൊങ്ങി. അതുവഴി അന്തരീക്ഷം ചൂടായി. അതിനെ സംവഹനം എന്ന് വിളിച്ചു. കാറ്റുകൾ തിരശ്ചീന തലത്തിൽ ഈ താപത്തെ വ്യാപിപ്പിച്ചു. അതിനെ നമ്മൾ അഭിവഹനം എന്ന് വിളിച്ചു. അവസാനത്തെ ഒരു താപവ്യാപന പ്രക്രിയയായിട്ട് നമ്മൾ പറഞ്ഞ ആളാണ് വികിരണം. അതായത് ഭൗമവികിരണം, ടെറിസ്ട്രിയൽ റേഡിയേഷൻ എന്നൊക്കെ നമ്മൾ പറയും. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇവിടെ ദീർഘതരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്നുള്ള ചൂട് എന്ത് ചെയ്യാണ്? തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്, അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്? ദീർഘതരംഗങ്ങളായി. നേരത്തെ നമ്മൾ ഇൻസുലേഷൻ പഠിച്ചപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഹ്രസ്വതരംഗങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹ്രസ്വതരംഗമായിട്ട് വരുന്നത് ഇൻസുലേഷൻ. ദീർഘതരംഗമായി തിരിച്ചു പോകുന്നത് അതെന്താണ്? അതിനെ വിളിക്കുന്ന പേരാണ് ഭൗമവികിരണം, അല്ലെങ്കിൽ വികിരണം എന്ന് സിമ്പിളി വിളിക്കാം. ദീർഘതരംഗമാണ്. ഹ്രസ്വതരംഗം ഞാൻ പറഞ്ഞ സമയത്ത് എന്താ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഹ്രസ്വതരംഗം നല്ല ചൂടേറിയ വസ്തുക്കളിൽ നിന്ന് ഊർജം പുറത്തേക്ക് പോകുമ്പോൾ അത് ഹ്രസ്വതരംഗമായിട്ടാണ് പോവുക. അതായത് അതിന് ആവൃത്തി കൂടുതലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളുണ്ടാകുന്ന ഈ വേവുകൾ, ഈ തരംഗങ്ങൾ വളരെ കൂടുതലുണ്ടായിരിക്കും. അതായത് ആവൃത്തി കൂടുതലാണ്. എന്നാൽ ദീർഘതരംഗങ്ങളുടെ പ്രത്യേകത എന്താണ്? ദീർഘതരംഗങ്ങൾ താരതമ്യേന ചൂട് കുറഞ്ഞ പ്രതലങ്ങളിൽ നിന്ന്, അതായത് ചൂടുള്ള സ്ഥലം തന്നെയാണ്, പക്ഷേ നല്ല ചൂടുള്ള താരതമ്യേന ചൂട് കുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ താരതമ്യേന ചൂട് കുറഞ്ഞ പ്രതലങ്ങളിൽ നിന്ന് ഊർജം പുറത്തേക്ക് പോകുമ്പോൾ അതെങ്ങനെയായിരിക്കും? അത് ദീർഘതരംഗമായി. ദീർഘതരംഗത്തിന് ആവൃത്തി എന്ന് പറയുന്നത്, അതായത് ഈ രണ്ട് വേവുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതായത് ആവൃത്തി കുറവാണ്. അപ്പം നമ്മുടെ തിരിച്ചു പോകാം. അപ്പം നോക്കൂ, സൂര്യൻ എന്ന് പറയുമ്പോൾ നല്ല ചൂടേറിയതാണ്. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ ഹ്രസ്വതരംഗമായിട്ട് വരും, ആവൃത്തി കൂടുതലായിട്ട് വരും. അങ്ങനെയാണ് അത് ഇൻസുലേഷൻ വഴി എത്തിയത്. എന്നാൽ ആ ഇൻസുലേഷനാണ് പിന്നെ ഭൂമിയുടെ ഉപരിതലം ചൂട് പിടിച്ചത്. അപ്പോൾ ആ ചൂടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ സൂര്യനെയും ഭൗമോപരിതലത്തെയും താരതമ്യം ചെയ്യുമ്പോൾ ആർക്കാണ് ചൂട് കൂടുതൽ? സൂര്യനാണ്. അപ്പോൾ ഹ്രസ്വതരംഗമായി വന്നു. എന്നാൽ ഭൗമോപരിതലം എങ്ങനെയാണ് സൂര്യനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ? അത് ചൂട് കുറവാണ്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചു പോകുമ്പോൾ എങ്ങനെയായിരിക്കും? അത് ദീർഘതരംഗമായിട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. ദീർഘതരംഗത്തിന് എന്താ പ്രത്യേകത? എന്താണ്? ആവൃത്തി കുറവായിരിക്കും. അങ്ങനെ തിരിച്ച് ഈ വന്ന ഊർജം തിരിച്ച്
സൂര്യനിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. ഇതിനെയാണ് നമ്മൾ ഇതുവഴിയും അന്തരീക്ഷം ചൂടാവുന്നുണ്ട്. ഇപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഭൗമവികിരണം എന്ന് പറയുന്നത്. ദീർഘതരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം പോകുന്നു, തിരിച്ചു പോകുന്നു, പുനഃവികിരണം ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചത്? നമ്മൾ വികിരണം അല്ലെങ്കിൽ ഭൗമവികിരണം എന്ന പേരിട്ട് വിളിച്ചത്. അപ്പോൾ ഇതും എന്താണ്, ഒരു താപവ്യാപന പ്രക്രിയയാണ്. അപ്പോൾ ഈ 4 പ്രക്രിയകളിലൂടെയാണ് ഇൻസുലേഷൻ വഴി ചൂട് പിടിച്ച നമ്മുടെ അന്തരീക്ഷം ചൂട് പിടിച്ച ഭൗമോപരിതലത്തിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് താപം വ്യാപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 4 പ്രക്രിയകളെ നമ്മൾ താപവ്യാപന പ്രക്രിയകൾ എന്ന് വിളിച്ചു. ഇനി നമ്മൾ അപ്പോൾ ഭൗമോപരിതലത്തിൽ നിന്ന് ദീർഘതരംഗങ്ങളായി ഊർജം പുനഃവികിരണം ചെയ്യപ്പെട്ടു എന്ന് കണ്ടു. ഇനി ഭൗമവികിരണത്തെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ ആഗിരണം ചെയ്യുന്നത് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നു. ഇതിനെ ഹരിതഗൃഹ പ്രഭാവം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊരു പുതിയ ടേം പഠിക്കാനുണ്ട്. അതാണ് ഹരിതഗൃഹ പ്രഭാവം. എന്താണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ദീർഘതരംഗങ്ങളായിട്ട് ഊർജം തിരിച്ചു പോവുകയാണ് അല്ലേ. അന്തരീക്ഷത്തിൽ നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്ന് ദീർഘതരംഗങ്ങളായിട്ട് ആര് പോവുകയാണ്? ഈ വന്ന ഇൻസുലേഷൻ വഴി, ഹ്രസ്വതരംഗം വഴി വന്ന താപം തിരിച്ചു പോവുകയാണ്. ഇത് രാത്രിയാകുമ്പോഴാണ് കേട്ടോ തിരിച്ചു പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് തിരിച്ചു പോകുന്നുണ്ട്, പക്ഷേ രാത്രിയിലാണ് അത് അതിവേഗതയിൽ തിരിച്ചു പോകുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ സമയത്ത് എന്താണ്, നമ്മൾ ഇൻസുലേഷൻ വഴി വരുമ്പം അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന പൊടിപടലങ്ങൾ, മേഘങ്ങൾ, അതുപോലെ തന്നെ അന്തരീക്ഷത്തിലുള്ള മറ്റു വാതകങ്ങൾ, ഇതൊക്കെ ഈ സൂര്യനിൽ നിന്ന് വരുന്ന ഇൻസുലേഷൻ വഴി വരുന്ന ഊർജ്ജത്തെ പിടിച്ചു വെക്കാൻ അതിന് വല്ലാതെ സാധിച്ചിരുന്നില്ല. കാര്യം അത് ഹ്രസ്വതരംഗങ്ങളായിരുന്നു. എന്നാൽ തിരിച്ചു പോകുമ്പോൾ ദീർഘതരംഗങ്ങളാണ്, ആവൃത്തി കുറഞ്ഞ തരംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ മീഥെയിൻ, ഓസോൺ, ഇങ്ങനെയുള്ള കുറേ വാതകങ്ങളുണ്ട്. ഈ വാതകങ്ങളൊക്കെ തിരിച്ചു പോകുമ്പോൾ ഇവരെ പിടിച്ചു വെക്കും. ആവൃത്തി കുറഞ്ഞ ആൾക്കാരല്ലേ, ശക്തി വളരെ കുറഞ്ഞ തിരിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള ഈ വാതകങ്ങൾ ആരൊക്കെ? കാർബൺ ഡൈ ഓക്സൈഡും മീഥെയിനും അതുപോലെ തന്നെ നമ്മുടെ ഓസോണും ഒക്കെ ഇതിനെ പിടിച്ചു വെക്കും. ഇങ്ങനെ ഇതിനെ പിടിച്ചു വെക്കുന്ന ഈ പ്രക്രിയയെ അങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെയാണ്, ഈ വാതകങ്ങൾ കാരണമാണ് ഈ തിരിച്ചു പോകുന്ന ഊർജത്തെ പിടിച്ചു വെക്കുന്നത്. ഇങ്ങനെയുള്ള വാതകങ്ങളെ നമ്മളൊരു പേരിട്ട് വിളിക്കാറുണ്ട്, ഹരിതഗൃഹവാതകങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. ഇങ്ങനെ ഇത് പിടിച്ചു വെക്കുന്നത് മൂലം അന്തരീക്ഷം ചൂട് പിടിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഹരിതഗൃഹ പ്രഭാവം എന്ന് വിളിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത് നല്ലതാണ്. നമുക്ക് ഹരിതഗൃഹവാതകങ്ങളും അതുപോലെ തന്നെ ഹരിതഗൃഹ പ്രഭാവവും ഒക്കെ നമുക്ക് നല്ലതാണ്. നമുക്ക് അന്തരീക്ഷത്തിൽ ചൂട് വരാനും നമ്മുടെ സസ്യങ്ങൾ വളരാനും ഒക്കെ കാരണമാണ്. പക്ഷേ ഒരളവിൽ കൂടുതൽ ഈ കാർബൺ ഡൈ ഓക്സൈഡും മീഥെയിനും ഒക്കെ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ അത് ഈ തിരിച്ചു പോകുന്ന താപത്തെ കൂടുതലായിട്ട് ആഗിരണം ചെയ്തു വെക്കും. കുറച്ച് ആഗിരണം ചെയ്തു വെക്കുന്നത് ഓക്കെ, നമുക്ക് ഭൂമിക്ക് അത്യാവശ്യമാണ്. എന്നാൽ കൂടുതലായിട്ട് ഇത് ആഗിരണം ചെയ്തു വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? കൂടുതലായിട്ട് ആഗിരണം ചെയ്തു വെക്കുമ്പോൾ കൂടുതൽ ചൂട് നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. അതുകൊണ്ടാണ് വാഹനങ്ങളിൽ നിന്ന് പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ നമ്മൾ മീഥെയിൻ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം, നിയന്ത്രിക്കണമെന്ന് പറയുന്നത്. കാര്യം ഇത് കൂടുതലായിട്ട് കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് ഈ താപത്തെ പിടിച്ചു വെക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിലെ ചൂട് കൂടുകയും നമുക്ക് വലിയ വലിയ അസുഖങ്ങളും അതുപോലെ തന്നെ സസ്യജാലങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ തിരിച്ച് ഭൗമവികിരണം വഴി പോകുന്ന ഈ എന്താ പറയുക താപോർജ്ജത്തെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഹരിതഗൃഹവാതകങ്ങൾ ആഗിരണം ചെയ്യുന്നു. അതാണ് അന്തരീക്ഷത്തിൽ ചൂട് പിടിപ്പിക്കാനുള്ള മറ്റൊരു കാരണം. ഇങ്ങനെ തിരിച്ച് ഈ വാതകങ്ങൾ ഇതിനെ പിടിച്ചു വെക്കുന്നതിനെ നമ്മൾ വിളിച്ച പേരാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് വിളിച്ച്. അങ്ങനെ ഇപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, നമുക്ക് ഇൻസുലേഷൻ വഴി ചൂടെത്തുന്നു, ഭൗമോപരിതലത്തെത്തുന്നു, അതുപോലെ തന്നെ അത് ആര് വഴി തിരിച്ചു പോകുന്നു? ഭൗമവികിരണം വഴി തിരിച്ചു പോകുന്നു. അപ്പം ഇൻസുലേഷൻ വഴി ഒരു സൂര്യനിൽ നിന്ന് ഒരു 100 അയക്കുന്നതെങ്കിൽ അത് ബാക്കിയുള്ള പൊടിപടലങ്ങളും മേഘങ്ങളിലൊക്കെ തട്ടിയിട്ട് തിരിച്ചു പോയിട്ടും ബാക്കി വാതകങ്ങളൊക്കെ പിടിച്ചു വെച്ചിട്ടൊക്കെ ഭൂമിയിലെത്തുണ്ടാവുക ഏകദേശം ഒരു 50 ഒക്കെ ആയിരിക്കും.
എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ താപചാലനവും സംവഹനവും അഭിവഹനവും ഒക്കെ വഴി അത് അങ്ങോട്ടേക്കൊക്കെ പടർന്നു. പിന്നെ അതുപോലെ തന്നെ ഭൗമവികിരണം വഴിയൊക്കെ പടർന്നു. അങ്ങനെ ബാക്കിയുള്ള ഈ 50-ൽ നിന്നുള്ള ബാക്കിയുള്ളതാണ് എന്ത് ചെയ്യുന്നത്, തിരിച്ചു പോകുന്നത്. ആ തിരിച്ചു പോകുന്നതിൽ പലതിനെയും ആരും കൂടി പിടിച്ചു വെക്കും, ഹരിതഗ്രഹവാതകങ്ങൾ കൂടി പിടിച്ചു വെക്കും. അങ്ങനെ ഡെയിലി ഈ പരിപാടി നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എല്ലാ ദിവസവും സൂര്യന് നമുക്ക് വരുന്നുണ്ട്, സൂര്യനിൽ നിന്ന് ഊർജ്ജം കിട്ടുന്നുണ്ട്, അതുപോലെ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ ചൂട് എന്ന് പറയുന്ന അവസ്ഥ എത്തുന്നത്. എങ്ങനെയാണ്? പ്രതിദിനം ഭൂമിയിലേക്ക് വന്നു ചേരുന്ന ഏറെക്കുറെ മുഴുവൻ ഊർജ്ജവും ഇത്തരത്തിൽ പുനഃവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൗമോപരിതല താപം ക്രമാതീതമായി കൂടാതെയും കുറയാതെയും സന്തുലിതമായി നിലനിർത്താനാകുന്നു. അപ്പോൾ ഇൻസുലേഷൻ വഴി വരുന്നു, തിരിച്ചു പോകുന്നു. ഏത് വഴി? ഭൗമവികിരണം വഴി തിരിച്ചു പോകുന്നു. അപ്പോൾ വരുന്നു, തിരിച്ചു പോകുന്നു, വരുന്നു, തിരിച്ചു പോകുന്നു. ഇങ്ങനെ എന്താണ്, താപനില വലിയ അളവിൽ തിരിച്ചു പോകണില്ലെങ്കിലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നല്ല ചൂടാവില്ല ഇവിടെ. ഓക്കെ, വരുന്നില്ലെങ്കിലോ? ഇവിടെ ചൂടേ ഉണ്ടാവില്ല, അതിശക്തമായ തണുപ്പായിരിക്കും അല്ലേ? അപ്പോൾ എന്നാൽ ഇത് കുറച്ച് വരുന്നുണ്ട്, അതുപോലെ അത് തിരിച്ചു പോകുന്നു. അപ്പോൾ ഇതൊരു സൈക്കിള് പോലെ വരുന്നു, തിരിച്ചു പോകുന്നു അല്ലേ? വരുന്നുണ്ട്, ഇൻസുലേഷൻ വഴി വരുന്നു, ഭൗമവികിരണം വഴി തിരിച്ചു പോകുന്നു. ഇങ്ങനെ ഭൂമിയിൽ എന്താണ്, കൂടാതെയും കുറയാതെയും സന്തുലിതമായി നിലനിർത്തുന്നു. ഈ സന്തുലന പ്രക്രിയയെ നമ്മൾ മറ്റൊരു പേരിൽ വിളിക്കാറുണ്ട്. അതായത് ഇൻസുലേഷൻ വഴി വരുന്ന ചൂട് ഭൗമവികിരണം വഴി തിരിച്ചു പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സന്തുലിതാവസ്ഥ എപ്പോഴും നിലനിർത്തുന്നുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് താപ ബജറ്റ്. എന്താണ്? താപ ബജറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഹരിതഗ്രഹ പ്രഭാവവും താപ ബജറ്റും നമ്മളിന്ന് എക്സ്ട്രാ പഠിച്ചു. അതിന് മുൻപേ നമ്മൾ ആരൊക്കെ പഠിച്ചു? നമ്മൾ താപവ്യാപന പ്രക്രിയകളായിട്ടുള്ള ഈ 4 ആൾക്കാരെയും പഠിച്ചു. താപവ്യാപന പ്രക്രിയയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭൗമവികിരണം പഠിച്ചു. കാര്യം ഭൗമവികിരണം വഴിയാണ് നമ്മൾ എന്തൊക്കെ ഈ ഹരിതഗ്രഹ പ്രഭാവവും അതുപോലെ തന്നെ ഈ സന്തുലനമായ പ്രക്രിയ ബജറ്റ് എന്നുള്ളതിനും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന നിലയിൽ പറയുന്നത്. ഇവിടെ ഒരു എക്സ്ട്രാ റീഡിങ്ങിൽ ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൗരവികിരണം വഴി, അതായത് സൗരവികിരണം എന്ന് പറഞ്ഞാൽ ഇൻസുലേഷനാണ് ഉദ്ദേശിക്കുന്നത്. അതുവഴി വരുന്നത്, അതിൽ എത്ര ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നു, പിന്നെ എത്ര പ്രതിഫലിച്ചു പോകുന്നു, അതിൽ നിന്ന് ഭൗമവികിരണം വഴി ബാക്കി വന്നതൊക്കെ എങ്ങനെ പോകുന്നു, ഇതൊക്കെ തിരിച്ചു പോകുന്നത്, വരുന്നത്, ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 100-നെ വെച്ചിട്ട് 100 ഊർജ്ജമാണ് വരുന്നതെങ്കിൽ എന്നുള്ള രൂപത്തിൽ എത്ര വരുന്നു, എത്ര പോകുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. വളരെ ലൈറ്റായിട്ട് കുറച്ച് വളരെ വിശദീകരിച്ചാണ് പോകുന്നത്, അതുകൊണ്ടാണ് സമയമെടുത്ത് പറയുന്നത്. ഓക്കെ, സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക.